വർക്കല സ്വസ്തിക് ജോഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് രാശിചക്രത്തിലെ 16ാമത്തെ നക്ഷത്രമായിട്ടുള്ള വിശാഖം നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളാണ്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ അവരുടെ ജീവിതത്തിൻ്റെ പൊതുവായിട്ടുള്ള ഉയർച്ചയ്ക്ക്, ഐശ്വര്യത്തിന്, ഗുണത്തിന്, ദോഷങ്ങൾ മാറുന്നതിന് വേണ്ടിയിട്ട് ഏതൊക്കെ ദേവതാ സങ്കല്പങ്ങളെയാണ് ആരാധിക്കേണ്ടത്, ഏതൊക്കെ ഗ്രഹങ്ങളെയാണ് സ്ഥിരമായിട്ട് ആരാധിക്കേണ്ടത്, ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ഏതൊക്കെ പൂജാകാര്യങ്ങളും ക്ഷേത്ര ദർശനങ്ങളുമാണ് ചെയ്യേണ്ടത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വർക്കല സ്വസ്തിക് ജോഷം യൂട്യൂബ് ചാനൽ എല്ലാ പ്രേക്ഷകരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വിശാഖം നക്ഷത്രം 16ാമത്തെ നക്ഷത്രമാണ്. വ്യാഴമാണ് നക്ഷത്രത്തിൻ്റെ അധിപതി. വിശാഖം നക്ഷത്രത്തിൻ്റെ അധിപതി ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണ്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിന് പറഞ്ഞ ഒരുപാട് ഗുണങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. മറ്റൊന്ന്, വിശാഖം നക്ഷത്രം 2 രാശികളിലായിട്ട് വ്യാപിച്ചിരിക്കുന്നു. തുലാരാശിയിലും വൃശ്ചിക രാശിയിലുമായിട്ട്. വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക തുലാരാശിയിൽ, ശുക്രന്റെ രാശിയാണത്. അവസാനത്തെ 15 നാഴിക ചൊവ്വയുടെ രാശിയായിട്ടുള്ള വൃശ്ചികത്തിലുമാണ്. ആദ്യം തുലാരാശിയിൽ ജനിച്ച തുലാക്കൂറുകാരായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കുകയാണെങ്കിൽ, തുലാൻ രാശിയുടെ അധിപതിയായ ശുക്രന്റെയും നക്ഷത്രാധിപതിയായിട്ടുള്ള വ്യാഴത്തിന്റെയും പൊതുവായ സ്വഭാവങ്ങൾ ഇവർക്ക് കാണും. തുലാക്കൂറിലെ വിശാഖം നക്ഷത്രക്കാർക്ക് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ശുക്രന്റെയും ഗുരുവിന്റെയും പ്രസന്നത, പ്രവൃത്തികളിലും ശരീര ഭാഷയിലും ഒക്കെ ആകർഷണീയത, അന്യരെ ആകർഷിക്കേണ്ട ഒരു കഴിവ്, വ്യക്തി വൈശിഷ്ട്യം, അന്യരെ സ്വാധീനിക്കുവാനുള്ള കഴിവ്, തൻ്റെ പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും അന്യരെ സ്വാധീനിക്കുവാനുള്ള കഴിവ്, ഇതൊക്കെ തന്നെ വ്യാഴത്തിൻ്റെയും ശുക്രൻ്റെയും പ്രത്യേകതയാണ്. ഇതൊക്കെ ഈ വിശാഖം നക്ഷത്രക്കാർ പ്രകടിപ്പിക്കും. അന്യരുടെ പ്രവൃത്തിയെ പ്രശംസിക്കും, അന്യരെ പ്രോത്സാഹിപ്പിക്കും, നല്ലത് കണ്ടാൽ അതിനെ മാനിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കും. അതുപോലെ ഒരു വിശാല മനസ്ഥിതി ഉള്ളവരാണിവർ. തുലാം രാശിക്കാർക്ക് പൊതുവേ ഉള്ളതാണ്. അന്യരെ ഒരുപാട് സഹായിക്കും, തൻ്റെ നില മറന്നും അന്യരെ സഹായിക്കും, അന്യരുടെ കുറവിലും കുറ്റത്തിലും അന്യരുടെ വീഴ്ച താഴ്ചകളിൽ അവരെ കൂടെ നിൽക്കും. പൊതുവേ ഈ നക്ഷത്രക്കാർ തുലാം രാശിയിൽ ജനിച്ചു. ഇവർ തുലാക്കൂറുകാരാണ്. തുലാക്കൂറിന് പറഞ്ഞിട്ടുള്ള നേര്, നന്മ, നേരായ ചിന്ത, സംസ്കാര സമ്പന്നത, ന്യായപ്രിയത്വം, ഏത് കാര്യത്തിൻ്റെയും ന്യായാന്യായങ്ങൾ നോക്കി ന്യായത്തിൻ്റെ കൂടെ നിൽക്കുന്നൊരു സ്വഭാവവിശേഷം, ഇതൊക്കെ ഉള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ. അതുപോലെ ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട്. സ്വന്തം ആശയങ്ങളെ പറഞ്ഞ് മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കുവാനുള്ളൊരു കഴിവ്, അത് സമർത്ഥിക്കുവാനുള്ള കഴിവ്, വാക്ചാതുര്യമുള്ളവരായിരിക്കും. അവരുടെ പ്രവൃത്തിയിൽ, വാക്കിൽ ഒക്കെ തന്നെ നല്ല വൃത്തിയും വെടിപ്പും ഉണ്ടായിരിക്കും, സംശുദ്ധത ഉണ്ടായിരിക്കും. നല്ല ആഡംബരപ്രിയത്വമുള്ളവരും അലങ്കാരപ്രിയരും, നല്ല വസ്ത്രം ധരിക്കാനും വൃത്തിയായും വെടിപ്പായും വസ്ത്രം ധരിച്ച് മാന്യമായ രീതിയിൽ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടാനും കഴിവുള്ളവരാണ്, ആഗ്രഹിക്കുന്നവരാണ് തുലാക്കൂറായിട്ടുള്ള വിശാഖ നക്ഷത്രക്കാർ. പ്രത്യേകിച്ച് അത് ശുക്രന്റെ നക്ഷത്രമാണ്. ശുക്രൻ അലങ്കാരപ്രിയനാണ്, ആഡംബരപ്രിയനാണ്. അതുകൊണ്ട് ആ സ്വഭാവം തീർച്ചയായിട്ടും പ്രകടിപ്പിക്കുന്നവരാണ് ഈ നക്ഷത്രത്തിൽ. അന്യരെ ഉപദേശിക്കും, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിയത് അന്യർക്കും കൂടെ പറഞ്ഞു കൊടുക്കും. ഒരു ഉപദേശി ആയിരിക്കും എന്ന് കരുതാം. ചരരാശിയിലാണ് ഈ നക്ഷത്രം വരുന്നത്. തുലാം രാശി രാശിയാണ്. അതുകൊണ്ട് തന്നെ സഞ്ചാരപ്രിയത്വം ഉണ്ടാകും. എപ്പോഴും അന്യദേശത്ത് താമസിക്കാൻ ആഗ്രഹമുള്ളവരായിരിക്കും. സ്വദേശത്താണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിലും യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും ഒരുപാട് യാത്രകൾ ചെയ്യുന്നവരുമായിരിക്കും. വ്യാപാര കാര്യത്തിൽ താല്പര്യം, വ്യാപാരത്തിൽ ഉയർച്ചയുള്ളവർ, വ്യാപാര കാര്യത്തിൽ കഴിവുള്ളവർ, ഇങ്ങനെയുള്ളവരായിരിക്കും ഈ നക്ഷത്രക്കാർ. തുലാം രാശി വ്യാപാര രാശിയാണ്. വ്യാപാര കാര്യത്തിന് വലിയ പ്രാധാന്യമുള്ള രാശിയാണ് തുലാം രാശി. ആ രാശിയുടെ സ്വഭാവം കാണിക്കുക. ശുക്രന്റെ തന്നെ സുഖഭോഗ തൽപരത ഉള്ളവരാണ് തുലാക്കൂറുകാരായിട്ടുള്ള വിശാഖ നക്ഷത്രക്കാർ. ഇനി വൃശ്ചിക കൂറിലോട്ട് കടന്നു കഴിഞ്ഞാൽ, വൃശ്ചിക കൂറിൽ ഉള്ള വിശാഖ നക്ഷത്രത്തിന്റെ അവസാന 15 നാഴികയിൽ ജനിച്ച വ്യക്തികൾ, അവരെ സംബന്ധിച്ച് ചൊവ്വയുടെ സ്വഭാവത്തിനും ചൊവ്വയുടെ സ്വാധീനവും ഉള്ളവരാണവർ. ആത്മനിയന്ത്രണം കുറവായിരിക്കും. വൃശ്ചിക കൂറിൽ എത്തവേ ചന്ദ്രന് നീചാവസ്ഥയുണ്ട്. ആത്മനിയന്ത്രണം കുറയും. എപ്പോഴും ക്ഷോഭമുള്ള മനസ്സായിരിക്കാം. പെട്ടെന്ന് വിഷമം വരാം. മനസ്സിൻ്റെ വിഷമങ്ങളെ നിയന്ത്രിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളവരാണ് വൃശ്ചികക്കൂറുകാർ. അതുപോലെ എടുത്തു ചാടി പ്രവർത്തിക്കും. അധികം ചിന്തിക്കാതെ എടുത്തു ചാടി പ്രവർത്തിക്കും. അധികാര ശക്തിയോടെ ഭരിക്കാൻ കഴിവുള്ളവരാണ്. നേതൃശീലത്വം ഉണ്ടാവും. തൻ്റെ അഭിപ്രായങ്ങൾ സ്ഥാപിക്കും, അത് അന്യരിൽ വ്യാപിപ്പിക്കും. ചൊവ്വയുടെ ആ ഒരു കമാൻഡിങ് പവർ ഉള്ളവരാണ്
വൃശ്ചികക്കൂറിലെ വിശാഖ നക്ഷത്രക്കാർ. മറ്റുള്ളവരുടെ നിയന്ത്രണം വകവയ്ക്കാതെ സ്വന്തമായി ചിന്തിച്ച് പ്രവർത്തിക്കും. നേതൃശക്തി, ശരീരശക്തി, ആജ്ഞാശക്തി ഇതൊക്കെ ഉള്ളവരാണ് വൃശ്ചികക്കൂറുകാർ. സാഹസിക പ്രവൃത്തികളിൽ ഏർപ്പെടും, അതിൽ വിജയിക്കും. തീരുമാനങ്ങൾ പെട്ടെന്നായിരിക്കും എടുക്കുന്ന തീരുമാനത്തിൽ ദൃഢമായി നിൽക്കും, അത് നടപ്പിലാണ്. കരകൗശല പ്രവൃത്തികളിൽ ഏർപ്പെടാൻ താല്പര്യമുള്ളവരും അതിൽ വിജയിക്കുന്നവരും അതിൽ നല്ല പേരുണ്ടാക്കുന്നവരുമാണ് വൃശ്ചികക്കൂറിൽ ജനിച്ച വിശാഖ നക്ഷത്രക്കാർ. അന്യരുടെ താല്പര്യങ്ങൾ മാനിച്ച് പെരുമാറും, അന്യരെ മാനിക്കും, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കും, അതുപോലെ അവർക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ പെരുമാറും. പ്രവൃത്തികളിൽ അങ്ങനെ ഒരു സഹകരണ മനോഭാവമുള്ളവരാണ് വൃശ്ചികക്കൂറിൽ ജനിച്ച വിശാഖ നക്ഷത്രക്കാർ. സൗന്ദര്യബോധം ഉണ്ടാകും, സൗന്ദര്യം ആസ്വദിക്കും. ഇവരെ കൊണ്ട് മാതാവിന് ദുഃഖം ഉണ്ടാകും. കാരണം വൃശ്ചികക്കൂറ് എന്ന് പറയുന്നത്, വൃശ്ചിക രാശി എന്ന് പറയുന്നത് ചന്ദ്രന്റെ നീചരാശിയാണ് ഒന്ന്. പിന്നെ ഈ ചൊവ്വയുടെ ശത്രുഗ്രഹമാണ് വൃശ്ചികക്കൂറിന്റെ 4ാം ഭാവമായിട്ടുള്ള കുംഭത്തിന്റെ അധിപതിയായിട്ടുള്ള ശനി. അതുകൊണ്ട് തന്നെ മാതാവിന് അത്ര സൗഖ്യത ഇവരെ കൊണ്ടുണ്ടാകണമെന്നില്ല. മാതാവിന് ഇവരെ കൊണ്ട് ഒത്തിരി സൗഖ്യക്കുറവ്, മനസ്സൗഖ്യക്കുറവ്. വൃശ്ചികക്കൂറിൽ ജനിച്ച വിശാഖ നക്ഷത്രക്കാരെ കൊണ്ട് മാതാവിന് സൗഖ്യക്കുറവുണ്ടാകും. സന്താനങ്ങളുമായിട്ടുള്ള അടുപ്പം ഒന്ന് കുറഞ്ഞിരിക്കും. ഇവർക്ക് വിരോധം ഉണ്ടാവില്ല, ഒരു അടുപ്പം കുറവായിരിക്കും. ചെറിയ കാര്യങ്ങൾ കൊണ്ട് അന്യരുമായിട്ട് തർക്കിച്ച് പിരിയുന്ന ഒരു സ്വഭാവ വിശേഷമുള്ളവരാണ് വൃശ്ചികക്കൂറിൽ ജനിച്ച വിശാഖ നക്ഷത്രക്കാർ. ഇവർ ഏകാന്തത ഇഷ്ടപ്പെടുന്നില്ല. എപ്പോഴും ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. ഒരുപാട് സിൽബന്ധികളുമായി ചേർന്ന്, ഒരുപാട് ആൾക്കാരുമായി ചേർന്ന് ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. സമയം ചെലവഴിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് വിശാഖ നക്ഷത്രം വൃശ്ചികക്കൂറുകാർ. ആത്മനിയന്ത്രണം കുറയും. പല കാര്യത്തിലും പെട്ടെന്ന് ക്ഷോഭിക്കാം, പെട്ടെന്ന് വിഷമം വരാം, പെട്ടെന്ന് പ്രതികരിക്കാം. അങ്ങനെ ഒരു വിശേഷം ഇവർക്കുണ്ട്. അങ്ങനെ ഒരു സ്വഭാവ വിശേഷം വൃശ്ചികക്കൂറിൽ ജനിച്ച വിശാഖ നക്ഷത്രക്കാർക്കുണ്ട്. ഇനി ഈ നക്ഷത്ര ജാതരുടെ ദശാകാലങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, വിശാഖ നക്ഷത്രക്കാർ വ്യാഴദശയിലാണ് ജനിക്കുന്നത്. ഈ വ്യാഴം 16 വർഷമാണ് പൂർണ്ണമായിട്ടും പറയുന്നത്. ജനിക്കുന്ന സമയം നക്ഷത്രം എത്ര ചെന്നോ അതനുസരിച്ച് കുറവുണ്ടാകാം. അങ്ങനെ പറയുന്ന വർഷം ഒരു 8 വർഷത്തോളം നമുക്ക് അർദ്ധാംശം വെച്ച് പറയാം. 8 വർഷത്തോളം ഉണ്ടാകുന്നുള്ള സാമാന്യമായ കണക്കിൽ പറഞ്ഞാൽ, അതിൽ തന്നെയും വൃശ്ചികക്കൂറുകാർക്ക് അത്രയും വരത്തില്ല. ഒരു 3 വയസ്സ് 4 വയസ്സൊക്കെ വരത്തുള്ളൂ. എന്തായാലും തുടക്കത്തിലുള്ള സാമാന്യമായ വിശാഖ നക്ഷത്രക്കാരുടെ ഫലം പറയുകയാണെങ്കിൽ അർദ്ധാംശം വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ 7 വയസ്സ് 8 വയസ്സ് വരെയൊക്കെ വ്യാഴത്തിന്റെ ദശയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വ്യാഴത്തിന്റെ ദശയിൽ, വൃശ്ചികക്കൂറാണെങ്കിലും തുലാക്കൂറാണെങ്കിലും വ്യാഴദശയിൽ തുടക്കത്തിൽ ബാല്യകാലത്തിൽ സ്ഥിരമായി ധന്വന്തരി മൂർത്തിയെ ആരാധിക്കുക. ബാലാരിഷ്ടത കുറയുന്നതിന് വേണ്ടിയിട്ട് വിഷ്ണു കൃഷ്ണ ക്ഷേത്രങ്ങളിൽ ധന്വന്തരി മൂർത്തിക്ക് അർച്ചനയും വഴിപാടും നടത്തി ശരീര സൗഖ്യതയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷമുള്ള 27 വയസ്സോളമുള്ള കാലഘട്ടത്തിൽ അനുഭവിക്കുന്നത് ശനിയുടെ ദശയാണ്. തുലാക്കൂറിൽ ജനിച്ച വിശാഖ നക്ഷത്രക്കാർക്ക് ശനി അനുകൂലമാണ്. വൃശ്ചികക്കൂറുകാർക്ക് അത്ര അനുഭവത്തിൽ ഗുണമുള്ളതല്ല. തുലാക്കൂറിൽ ജനിച്ച വിശാഖ നക്ഷത്രക്കാർ ആ കാലഘട്ടത്തിൽ ശാസ്താവിനെയും ശിവനെയും ആരാധിക്കുക. അത് വിദ്യാകാലഘട്ടമാണ്. ശിവന് സ്ഥിരമായിട്ട് ഭാഗ്യസുക്താദി മന്ത്രങ്ങൾ ജപിച്ചുള്ള അർച്ചന നടത്തുക. ശാസ്താവിനും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. വിദ്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ ശിവനെയും ശാസ്താവിനെയും സ്ഥിരമായി തൊഴുത് യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നത് അവരുടെ വിദ്യാഗുണത്തിന് നല്ലതാണ്. അതുപോലെ കുടുംബ സൗഖ്യതയ്ക്കും നല്ലതാണ്. ആ സമയത്ത് ഏകദേശം ഒരു 20 വയസ്സിന് ശേഷമുള്ള കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും വിശാഖം നക്ഷത്രം ജനിച്ച ശനിദശ അനുഭവിക്കുന്ന വ്യക്തികൾ എല്ലാം തന്നെ പാർവതി പരമേശ്വരന്മാരെ ആരാധിക്കുക. സന്ധ്യാനേരത്ത് ശിവക്ഷേത്രത്തിൽ പാർവതി പരമേശ്വര സങ്കല്പത്തിൽ അർച്ചനയും വഴിപാടും നടത്തുന്നത് കുടുംബ സൗഖ്യതയ്ക്കും നല്ല വിവാഹബന്ധം ലഭിക്കുന്നതിനും നല്ലതാണ്. അല്ലെങ്കിൽ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ 20 വയസ്സിന് ശേഷം 27 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച എല്ലാ വ്യക്തികളും അർദ്ധനാരീശ്വരനെ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ സന്ധ്യാനേരത്ത് പൂജയും വഴിപാടും നടത്തുന്നതും അവരുടെ കുടുംബ ജീവിതത്തിന് നല്ലതാണ്. അതുപോലെ വിശാഖ നക്ഷത്രക്കാർ ശനിയുടെ ദശാകാലഘട്ടത്തിൽ നല്ല കർമ്മം, നല്ല ഗുണം, നല്ല ജോലിയൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ശാസ്താവിനെ ഭജിക്കുക. ശാസ്താഭജനം, ശാസ്താവിനെ സ്ഥിരമായിട്ട് തൊഴുക. 27 വയസ്സ് വരെയൊക്കെ തൻ്റെ കർമ്മത്തിനും കർമ്മത്തിൻ്റെ ഉയർച്ചയ്ക്കും നല്ലതാണ്. ഭാഗ്യസുക്ത മന്ത്രജപത്തോടു കൂടിയുള്ള ആരാധനയാണെങ്കിൽ അതിന് കൂടുതലായ ഫലം ലഭിക്കും. ആ 27 വയസ്സിന് ശേഷം ഏകദേശം 17 വർഷത്തോളം അവർ അനുഭവിക്കുന്ന ബുധദശാകാലം, പുതിയ ബുധൻ തുലാക്കൂറുകാർക്ക് അനുഭവത്തിൽ ഗുണമാണ്. ആ ബുധദശാകാലഘട്ടത്തിൽ കൃഷ്ണനെയാണ് അവർ ആരാധിക്കേണ്ടത്. ആ കാലഘട്ടത്തിലാണ് അവർക്ക് സന്താന സൗഖ്യതയും കുടുംബ സൗഖ്യതയും കർമ്മത്തിൽ ഉയർച്ചയുമൊക്കെ ഉണ്ടാകേണ്ടത്. കൃഷ്ണനെ സ്ഥിരമായി ബുധനാഴ്ച ദിവസങ്ങളിൽ ആരാധിക്കുക. കൃഷ്ണനെ വിശേഷമായിട്ടും തുളസി ഇല കൊണ്ടോ താമര ഇല കൊണ്ടോ പുരുഷസൂക്താദി മന്ത്രങ്ങൾ ജപിച്ചുള്ള അർച്ചന, പുരുഷസൂക്ത മന്ത്രാർച്ചനയോടുകൂടി
കൃഷ്ണനെ ബുധനാഴ്ച ദിവസങ്ങളിൽ വെണ്ണ നിവേദ്യം അല്ലെങ്കിൽ അവിൽ നിവേദ്യം ഇത് രണ്ടും നടത്തി അവിൽ നിവേദ്യമോ വെണ്ണ നിവേദ്യമോ നൽകി കൃഷ്ണന് തുളസി ഇലയോ താമര ഇലയോ കൊണ്ട് എല്ലാ ബുധനാഴ്ചകളിലും ആരാധിക്കുന്നത് കുടുംബത്തിന്റെ സൗഖ്യതയ്ക്ക്, ധനഗുണത്തിന്, സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക്, സൽസന്താന പ്രാപ്തിക്ക് നല്ലതാണ്. യേശു ഏകദേശം 29 വയസ്സിന് മുകളിൽ 44 വയസ്സിനകത്തുള്ള ബുധദശാ കാലഘട്ടത്തിലാണ് ഇങ്ങനെ കൃഷ്ണപ്രീതി വരുത്തേണ്ടത്. അതിനുശേഷം 44 വയസ്സിന് ശേഷമുള്ള 7 ആണ്ടോളം 81 വയസ്സ് വരെ പറയാം കേതുവിന്റെ ദശയാണ്. ഗണപതി ആരാധിക്കുക, ഗണപതിയെ തൊഴുക, എല്ലാ വെള്ളിയാഴ്ചകളിലും ഗണപതിയെ കർഗമാല വെച്ച് പ്രാർത്ഥിക്കുക. മാസത്തിലൊരു വെള്ളിയാഴ്ച അല്ലെങ്കിൽ അവനവൻ്റെ ജന്മനക്ഷത്ര ദിവസം ഗണപതി ഹോമം നടത്തുക സ്ഥിരമായിട്ട്. ജാതകത്തിൽ കേതു നിൽക്കുന്നത് യുഗ്മരാശിയിലാണെങ്കിൽ ഭദ്രകാളി പ്രീതിയും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെതായ ഉയർച്ചയുണ്ടാകും. പൊതുവെ ഇവരെ സംബന്ധിച്ച് കേതുവിൻ്റെ ദശാകാലഘട്ടത്തിൽ ശാരീരിക വൈഷമ്യം ഉണ്ടാകും. വിശാഖ നക്ഷത്രക്കാർക്ക് കേതു ദശ എന്ന് തുടങ്ങുന്നോ പൊതുവെ അവർക്ക് കേതുവിൻ്റെ ദശ തുടങ്ങുന്നത് 44 വയസ്സോട് കൂടിയാണ്. അതിൽ തന്നെയും വൃശ്ചികക്കൂറുകാർക്ക് അല്പം കൂടെ നേരത്തെ, വൃശ്ചികക്കൂറുകാർക്ക് അല്പം വ്യത്യാസം ഉണ്ടാവാം. ഈ പറഞ്ഞിരിക്കുന്ന 44-ാമത്തെ വയസ്സിന് ശേഷമുള്ള ജാതകം പരിശോധിച്ച് എപ്പോഴാണോ കേതുദശ തുടങ്ങുന്നത് ആ കാലഘട്ടത്തിൽ സ്ഥിരമായി ഗണപതിയെ തൊഴുക, ശാരീരിക വൈഷമ്യങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കേതുവിന്റെ ദശ കഴിഞ്ഞാൽ 51 വയസ്സിന് ശേഷമുള്ള ഏകദേശം 20 ആണ്ടോളം ഇവർ അനുഭവിക്കുന്ന ശുക്രദശയാണ്. എന്തായാലും ശുക്രദശ ഭൂരിപക്ഷം വരുന്ന വിശാഖ നക്ഷത്രക്കാർക്കും അനുകൂലം തന്നെയാണ്. ചന്ദ്രലഗ്നാധിപതിയാണ് ശുക്രൻ. മഹാലക്ഷ്മിയും ഗണപതിയും തീർച്ചയായിട്ടും ആരാധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. 20 ആണ്ടോളം നീണ്ടു നിൽക്കുന്ന ലഗ്നാധിപനായിട്ടുള്ള ശുക്രന്റെ ദശാകാലഘട്ടം ഇവർക്ക് ഉയർച്ചയാണ്, ഐശ്വര്യമാണ്, ധനസംബന്ധമായ ഗുണങ്ങൾ, കുടുംബ സൗഖ്യത്തെയും ഒക്കെ നൽകുന്നതാണ്. ഗണപതിയെയും മഹാലക്ഷ്മിയാണ് ആ കാലഘട്ടത്തിൽ ആരാധിക്കേണ്ടത്. അതുപോലെ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളോ ശാരീരിക വൈഷമ്യങ്ങളോ അനുഭവിക്കാൻ യോഗമുള്ളത് കൊണ്ട് മൃത്യുഞ്ജയ മന്ത്ര ജപത്തോടുകൂടി ശിവനെയും ആ കാലഘട്ടത്തിൽ ആരാധിക്കുന്നത് നല്ലതാണ്. 70 വയസ്സ് കഴിയുമ്പോൾ അവർ അനുഭവിക്കുന്നത് ആദിത്യന്റെ ദശയാണ്. ആദിത്യന്റെ ദശാ കാലഘട്ടത്തിൽ ആദിത്യ പ്രീതി വരുത്തുക, ആദിത്യനെ ആരാധിക്കുക, ആദിത്യ ഗ്രഹത്തെയും ആരാധിക്കുക. ഇനി ഏത് ഗ്രഹത്തിനെയാണ് എല്ലാ കാലവും ആരാധിക്കേണ്ടത് എന്ന് വെച്ചാൽ വ്യാഴത്തിന്റെ നക്ഷത്രത്തിലാകയാൽ ജന്മകാലം മുഴുവനും വ്യാഴപ്രീതി നല്ലതാണ്. വ്യാഴഗ്രഹത്തെ, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വ്യാഴഗ്രഹത്തെ ആരാധിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇവിടെ ചന്ദ്രലഗ്നാധിപനായിട്ടുള്ള ശുക്രനെ ആരാധിക്കുന്നതും നല്ലതാണ്. വ്യാഴത്തിനെയും ശുക്രനെയും എല്ലാ കാലവും ആരാധിക്കുന്നത് ഇവർക്ക് ഏറ്റവും ഗുണം നൽകുന്നതാണ്. ഈ നക്ഷത്ര ജാതർ അവരുടെ പ്രവൃത്തികളിൽ നിന്ന്, അവരുടെ സൗഹൃദങ്ങളിൽ നിന്ന് ഏതൊക്കെ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെയാണ് ഒഴിവാക്കേണ്ടത് എന്ന് വെച്ചാൽ അവർ ജനിച്ചതിൻ്റെ 3-ാമത്തെയും 5-ാമത്തെയും 7-ാമത്തെയും നക്ഷത്രങ്ങളായിട്ടുള്ള കേട്ട, പൂരാടം, തിരുവോണം, 3-ാമത്തെ നാള് വിശാഖത്തിൽ നിന്ന് 3-ാമത്തെ നാളായിട്ടുള്ള കേട്ട, വിശാഖത്തിൽ നിന്ന് 5-ാമത്തെ നക്ഷത്രമായിട്ടുള്ള പൂരാടം, 7-ാം നക്ഷത്രം ആയിട്ടുള്ള തിരുവോണം, ഈ 3 നക്ഷത്ര ദിനങ്ങളിലും അവരുമായി ബന്ധപ്പെട്ടുള്ള ശുഭകർമ്മങ്ങൾ വർജിക്കുക, നൂതന സംരംഭങ്ങൾ വർജിക്കുക. ഈ 3 നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളുമായിട്ടുള്ള കൂട്ടുകെട്ട്, കൊടുക്കൽ വാങ്ങൽ, സർവകാര്യങ്ങളും ഒഴിവാക്കുക. സ്ത്രീകൾ, വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ കേട്ട, പൂരാടം, തിരുവോണം തുടങ്ങിയ 3, 5, 7 നാളിൽ ജനിച്ച വ്യക്തികളുമായിട്ടുള്ള വിവാഹബന്ധവും ഒഴിവാക്കേണ്ടതാണ്. പുരുഷന്മാർക്ക്, വിശാഖം നക്ഷത്രത്തിൽ ജനിച്ച പുരുഷന്മാർക്ക് അവർ ജനിച്ചതിൻ്റെ 3-ാമത്തെയും 5-ാമത്തെയും 7-ാമത്തെയും നാളിൽ ജനിച്ച സ്ത്രീകളുമായിട്ടുള്ള വിവാഹബന്ധം ഒഴിവാക്കണമെന്ന് ജ്യോതിഷത്തിൽ പറയുന്നില്ല. ജാതക പരിശോധന നടത്തി മാത്രം അതിൽ തീരുമാനമെടുക്കുക. വിശാഖ നക്ഷത്രവുമായി ബന്ധപ്പെട്ടുള്ള സാമാന്യമായ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കത് ഉപയോഗപ്പെടുമെന്ന് കരുതുന്നു. വർക്കല സ്വസ്തിക് ജ്യോതിഷം യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോകൾ കാണുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.